തിരുവനന്തപുരം നഗരമധ്യത്തിൽ റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികാരികൾ. കുണ്ടും കുഴിയുമായ റോഡിൽ അപകടങ്ങളും പതിവാണ്. മഴ സമയത്ത് റോഡിലെ കുഴികളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും അപകടം വിളിച്ചു വരുത്തും. തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള പ്രധാന പാതയാണിത്. കാൽനട യാത്രികരും വാഹനങ്ങളും ഒരുപോലെ ഉപയോഗിക്കുന്ന പാത. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ട്യൂട്ടേഴ്സ് ലൈൻ റെസിഡൻസ് അസോസിയേഷന് സമീപത്തുള്ള പാതകളൊക്കെ നവീകരിച്ചു. പക്ഷേ ഈ റോഡിന്റെ തലവിധി മാത്രം മാറിയില്ല. പരാതി എത്രയോ തവണ കൊടുത്തു. നമ്മൾ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവരൊന്ന് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്ന് മൈൻഡ് ചെയ്യുന്നു. ദിവസവും നിരവധി പേരാണ് റോഡിലെ കുഴി അറിയാതെ വീഴുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിലേറെയും. ഞാൻ 2 വീലറിൽ ഇതുവഴി അപ്പുറത്തെ റോഡ് വഴി പാസ് ചെയ്ത് ഇങ്ങനെ വഴിയായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് അവർ വീണ് കിടക്കുമായിരുന്നു. ഈ റോഡെന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റല്, AKT സെന്റർ, നമ്മുടെ സെന്റ് ജോസ് സ്കൂള് പോകുന്ന പ്രധാന റോഡാണിത്. ഒരു 2 വർഷത്തിൽ കൂടുതലായി റോഡ് പണി കിടന്നിട്ട് റീടാറിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സെക്രട്ടേറിയറ്റ് നടക്കൽ സമരങ്ങൾ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ സമരം ഉണ്ടാകുമ്പോൾ ഇതാണ് മെയിൻ റോഡ്. സകല വണ്ടികളും വരുന്ന ഇതുവഴിയാണ്. ഒരു വണ്ടിക്ക് പോലും വരാൻ നിവൃത്തിയില്ലാത്ത റോഡാണിത്. പരാതി പറഞ്ഞു മടുത്ത പ്രദേശവാസികൾക്ക് പറയാനൊന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിലെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണം. ഇല്ലെങ്കിൽ ദിനംപ്രതിയുള്ള അപകടങ്ങൾ തുടർക്കഥയാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.